രാത്രി ഇത്രയും മഴയത്ത് പറന്ന് പറന്ന് നമ്മളീ പോകുന്നത് നാസിക്കിലെ ശ്രീ സ്വാമിനാരായൺ മന്ദിറിലേക്കാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ഇത്തരം ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് വട്ടാണോ എന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ തോന്നലിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. സംഭവം നമുക്ക് വട്ട് തന്നെയായിരുന്നു. കാര്യം നമുക്ക് ഭക്തി കൂടിയിട്ട് പോയതൊന്നും ആയിരുന്നില്ല കേട്ടോ. വെറുതെ ഇരുന്നപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് കരുതി നോക്കിയതായിരുന്നു. അപ്പോൾ ഈ അടുത്തിപ്പോൾ കാണാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ കാണിച്ചു തന്നാണ് ഈ സ്ഥലം. ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ വന്ന അമ്പലം. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതത്ര പഴമയൊന്നുമുള്ള അങ്ങനത്തെ ഒരു അമ്പലമൊന്നും അല്ല. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പോലത്തെ ഒരു അമ്പലമാണ്. ഇതെന്ന് പറയുന്നത് BAPS അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഹിന്ദു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതും എനിക്കതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണുവേട്ടനാണ് കേട്ടോ നമുക്കിതൊക്കെ പറഞ്ഞു തന്നത്. സാധാരണ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഗൈഡൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ നമ്മൾ വന്നപ്പോൾ അവരെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു അമ്പലം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അമ്പലം മാത്രമെന്ന് പറയാൻ പറ്റില്ല. ഒരു മ്യൂസിയം പോലത്തെ സെറ്റപ്പൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ജീവിച്ച് മരിച്ചൊക്കെ പോയ ഏതോ വലിയ ആൾക്കാരുടെ അവരുപയോഗിച്ച സാധനങ്ങളും അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ഒരു മ്യൂസിയം സെറ്റപ്പും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് ഈ അമ്പലത്തിലേക്ക് വരാം. അമ്പലത്തിനെ പറ്റി പറയുവാണെങ്കിൽ പഞ്ചവടിയിലെ ഗോദാവരി നദിയുടെ തീരത്താണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആർക്കിടെക്ചറും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആർക്കിടെക്ചർ, അതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിങ്ക് സാൻഡ് സ്റ്റോണിലാണ് ഇവിടുത്തെ കൊത്തുപണികൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. പറയാണ്ടിരിക്കാൻ വയ്യ, അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ എന്ത് മനോഹരമായിട്ടാണ് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളത്. ആസ്വദിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതിൽ നിന്നൊന്നും കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയും വാവെന്നൊക്കെ പറയാൻ പറ്റും. അത്രയും അടിപൊളിയായിട്ടുള്ള കൊത്തുപണികളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ഉള്ളിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഇതിങ്ങനെ ചുമ്മാ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ക്ഷേത്രമൊക്കെ, പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടാണ്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്, ബർബൻ, പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് കണ്ടോ, അതിൻ്റെ മകുടായിട്ട് വെച്ചിട്ടുള്ളത് ബണ്ണൊക്കെയാണ്. പിന്നെ അതിൻ്റെ വഴി കണ്ടോ, ഗോതമ്പ്, സേമിയ, അങ്ങനെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് മൊത്തം. ഇതൊരു കഴിവ് തന്നെയാണ്. പക്ഷേ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് ഇതൊന്നും വന്ന് ഉറുമ്പ് കഴിക്കില്ലേ എന്നുള്ളതാണ്. ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് പ്രസാദം കിട്ടിയത്. അവിടെ ബിസ്ക്കറ്റും സോനാപ്പാൻപൊടിയൊക്കെ ആയിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു കേട്ടോ. അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തും കാഴ്ചകൾക്ക് ഒട്ടും കുറവൊന്നുമില്ല. ദേ ഇരിക്കുന്ന വനവാസത്തിന് പോയ രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ, അതുപോലെ തന്നെ പാലാഴി മദ്ദനം അങ്ങനെ തന്നെയല്ലേ പറയുക, പാലാഴി കടയെന്ന്, അങ്ങനത്തെ സ്റ്റാച്യു ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്തിയാണെങ്കിൽ അങ്ങനെ, അല്ല ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിൽ പോകാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിലും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്.